പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതായി പരാതി. പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലതു കൈയാണ് മുറിച്ചു മാറ്റിയത്. വീണ് പരിക്കേറ്റ കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്നാണ് കുട്ടിയുടെ വലതു കൈക്ക് മുറിച്ചു മാറ്റേണ്ടി വന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് സഹോദരനോടൊപ്പം കളിക്കുന്നതിനിടെ പല്ലശ്ശന സ്വദേശി വിനോദിനി വീണു പരിക്കേറ്റത്. ഉടൻ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രി നടത്തിയ പരിശോധനയിൽ കൈയിന്റെ എല്ലിന് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി. പിന്നാലെ കുട്ടിയുടെ കൈയിൽ പ്ലാസ്റ്ററിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. വേദന കൂടിയതോടെ വീണ്ടും ആശുപത്രിയിൽ എത്തിയെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. അപ്പോഴേക്കും പഴുപ്പ് കയറി കുട്ടിയുടെ വലത് കൈ കറുപ്പ് നിറമായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. രാവിലെ ആകെ കൈയൊക്കെ വീങ്ങി, അമ്മ എൻ്റെ കൈ വീങ്ങിയിരിക്കുന്നു പറഞ്ഞ് നോക്കിയപ്പോൾ കൈ കുറച്ച് വീങ്ങലുണ്ടായിരുന്നു. നമ്മൾ ചുടുവെള്ളത്തിൽ വീണിട്ട് വരില്ലേ, അതുമാതിരി പൊള്ളങ്ങൾ, ഇവിടെയൊക്കെ പൊള്ളങ്ങൾ അങ്ങനെ ഈ കൈ അങ്ങനെ വീങ്ങി, കളർ അങ്ങനെ പച്ച കളറല്ല, ഒരു കറുപ്പ് കളറ്, ബ്ലഡ് അങ്ങനെ ഇതായി പോയപ്പോൾ അവർ പറഞ്ഞു വേഗം എടുത്തിട്ട് വേഗം കട്ട് ചെയ്ത് നോക്കണം. നന്നായി അഴുകി അങ്ങനെ പച്ച കളറായി. മിടുപ്പുണ്ടാവും നോക്കാനൊക്കെ പോയി. മിടുപ്പ് നോക്കാൻ പോയപ്പോൾ മെടിക്കണില്ല, കൈ പ്രവർത്തിക്കണില്ല. അവരൊക്കെ നോക്കിയിട്ട് ഇത് വേദനയ്ക്കുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെയൊന്നും വേദനയില്ല, എനിക്ക് ഇവിടെ മാത്രമേ വേദനയുള്ളൂ പറഞ്ഞു. ഇതോടെ ജില്ലാ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കുട്ടിയെ റെഫർ ചെയ്യുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും മുറിവ് നോക്കാതെയാണ് പ്ലാസ്റ്റർ ഇട്ടെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കുട്ടി ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം കൈ മുറിച്ചു മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പാലക്കാട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. സാധാരണ പോലെ തന്നെ എല്ലാ ചികിത്സയും നൽകിയിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.